സ്വാതന്ത്ര്യ സമരത്തോളം പാരമ്പര്യമുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ കാലം മുതൽ ആനി ബെസന്റിൻ്റെ ഒരു വിദേശിയാണ് ഇത് രൂപീകരിച്ചത് എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള അതുപോലും തർക്കവും വിവാദവും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ആനി ബെസന്റിൻ്റെ കാലം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക എന്നുള്ള വളരെ ലളിതമായ പരമമായ ചെറുതായ ഒരൊറ്റ അജണ്ട വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയും അതിനകത്ത് വലിയ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തീവ്ര വിഭാഗവും ഗാന്ധിജിയെ പോലുള്ളവരുടെ നേതൃത്വത്തിലുള്ള മിതവിഭാഗവും ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എന്തായാലും ഗാന്ധിജിയെ പോലുള്ള മിതവിഭാഗത്തിനാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്. പക്ഷേ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നെഹ്റു പട്ടേലിനെയും അതുപോലുള്ള വളരെ പ്രമുഖരായുള്ള ആളുകളെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കണം, മുഹമ്മദ് അലി ജിന്നയെ 6 മാസത്തേക്കെങ്കിലും ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും നടന്നില്ല. അവസാനം ജിന്ന പാകിസ്ഥാൻ കൊണ്ടുപോയി. ഇന്ത്യയിൽ ഡൽഹി ചെങ്കോട്ടയിൽ ആരാണ് കയറേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നവഖാലിയുടെ തീരങ്ങളിൽ, വടക്ക് കിഴക്കൻ നവഖാലിയുടെ തീരങ്ങളിൽ ഗാന്ധിജി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ചോരപ്പുഴ ഒഴുകുന്നവരുടെ ഇടയ്ക്ക് കിടന്ന് തേരേ ജഹാംസ അച്ചായും പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇസ്ലാമിനൊക്കെ എൻ്റെ ഐക്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ബോംബെയിലെ വ്യവസായികളും ബോംബെയിലാണ് കൂടുതലും ചർച്ചകൾ നടന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ഇതിൻ്റെ അത് ആക്ഷേപം മാത്രമാണ്. പക്ഷേ എന്തായാലും രാജ്യത്ത് തലസ്ഥാനത്ത് അവസാനം അംബേദ്കർ ഭരണഘടനാ ശില്പിയായി നിന്നിട്ട് പോലും അംബേദ്കറിനെയും പട്ടേലിനെയും ഒക്കെ ഒഴിവാക്കി നെഹ്റുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. അന്ന് മുതൽ തന്നെ കോൺഗ്രസിൽ ഈ ഒരു ശനി പിടിച്ച പാത പോലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും മറ്റുമുണ്ട്. എന്നാൽ തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാമരാജിനെ പോലെയുള്ള ആളുകളെ തമിഴ്നാട്ടിൽ, കരുണാകരനെ പോലെയുള്ള ആളുകളെ കേരളത്തിൽ, പിന്നെ കേരളത്തിലെ എ കെ ആന്റണി, അങ്ങനെ തുടങ്ങി. പിന്നെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ ശരത് പവാറും അർജുൻ സിംഗും ഗുലാം നബി ആസാദും സച്ചിൻ പൈലറ്റും തുടങ്ങി, അതുപോലെ തന്നെ എച്ച് കെ എൽ ഭഗത്തിനെ പോലെയുള്ള വളരെ ഷീലാ ദീക്ഷിതിനെ പോലെയുള്ള, ഡൽഹിയിലെ ഷീലാ ദീക്ഷിതിനെ പോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള വനിതകളെയും പുരുഷന്മാരെയും അടക്കമുള്ള വസുന്ധര രാജ സിന്ധ്യ, പിന്നെ അവർ BJP-യിലേക്ക് പോയെങ്കിലും അങ്ങനെ വലിയ വലിയ അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള വളരെ വലിയ നേതാക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, യുവാക്കളെ വളർത്തിയെടുക്കുന്നതിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കാർത്തികേയൻ തുടങ്ങി ഒരു നിര തന്നെ പല കാലഘട്ടത്തിൽ MA ഷാനവാസ്, കൊടിക്കുന്നിൽ സുരേഷ്, ഇങ്ങനെ തുടങ്ങി വലിയ ഒരു നിരയെ കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിനും രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിനും കോൺഗ്രസിന് കഴിഞ്ഞു. എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും പേരിൽ കേരളത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒന്നിച്ച് കൂടെ നിർത്താൻ കോൺഗ്രസിന് എല്ലാ കാലവും കഴിഞ്ഞു എന്ന് മാത്രമല്ല അതിനാവശ്യമായ എല്ലാ ന്യൂനപക്ഷ പ്രീണനവും പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു കോൺഗ്രസ്. എന്നാൽ അപ്പോഴൊക്കെ വികസനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ കോൺഗ്രസിന് കുറേ പ്രശ്നങ്ങൾ പറ്റിയത് പറ്റിയെന്നും പറ്റാത്തത് പറ്റായെന്നില്ല പറയേണ്ടതാണ്. അതിനുശേഷം സംഭവിച്ചത് നേതാക്കളുടെ ഒരു കൊഴിഞ്ഞു പോക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായത്. ശരത് പവാർ പോയി കോൺഗ്രസ് ഉണ്ടാക്കി, തുടങ്ങി എല്ലാ ആളുകളും പ്രണബ് മുഖർജിയെ പിടിച്ച് പ്രസിഡന്റാക്കി, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണമായിരുന്നു. അങ്ങനെ അർജുൻ സിംഗ് പോയി, ഗുലാം നബി ആസാദ് വരെ എത്തി, ഇപ്പോൾ ശശി തരൂർ വരെ എത്തി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്ത് വന്നും പോയും ആയാറാം ഗയ്യാറാം പാർട്ടിയായി മാറിയപ്പോൾ ഇന്ന് ദേശീയ തലത്തിൽ 10 പേരുടെ പേരെടുക്കാൻ പറഞ്ഞാൽ 10 പേരെ ശരിക്ക് പേരെടുക്കാനില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ദേശീയ അവസ്ഥ. ശരിക്കും പറഞ്ഞ ഇതൊക്കെ പറയുമ്പോൾ സങ്കടമുണ്ട്. ഇന്ത്യ ഭരിച്ച സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയൊരു പ്രസ്ഥാനം ചുമ്മാ AC റൂമുകളിലും ഹാളുകളിലും ഇരുന്ന് പത്രലേഖരുടെ ഇടയിൽ ഇരുന്ന് വർത്തമാനം പറയുന്നതല്ലാതെ താഴെ തട്ടിൽ യാതൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ബീഹാറിൽ പോയ ഒരു പത്രപ്രവർത്തകന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസ്, കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നിട്ട് മാസങ്ങളായി വലയും പൊടിയും അടിച്ച് മാസങ്ങളായി കിടക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ, അവിടെ PCC അധ്യക്ഷന്മാരെ സ്ഥിരമായി തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും PCC അധ്യക്ഷന്മാരെ സ്ഥിരമായി വെക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും സംസ്ഥാനത്ത് കൃത്യമായ കമ്മിറ്റി ഉണ്ടോ? ഇല്ല. ജംബോ കമ്മിറ്റി എന്നും സർക്കസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കാണിക്കുന്ന ചക്കളത്തെ പോരാട്ടം നാം കാണുകയാണ്. ക്രിസ്ത്യാനി വെച്ചാൽ ഹിന്ദുവിന് പ്രശ്നം, ഹിന്ദുവിനെ വെച്ചാൽ ഈഴവന് പ്രശ്നം, ഈഴവന് വെച്ചാൽ നായർക്ക് പ്രശ്നം, നായരെ വെച്ചാൽ നമ്പൂരിക്ക് പ്രശ്നം, നമ്പൂരി വെച്ചാൽ പുലയന് പ്രശ്നം, പുലയരെ വെച്ചാൽ പറയർക്ക് പ്രശ്നം, പറയരെ വെച്ചാൽ പട്ടികജാതിക്കാർക്ക് പ്രശ്നം. ഞാനിത് ജാതി പറയുന്നതല്ല. ആരും അങ്ങനെ ജാതി അധിക്ഷേപവും ഈ വീഡിയോയിൽ കാണരുത്. ആരെ വെച്ചാലും മറ്റുള്ളവർക്ക് പ്രശ്നം. അങ്ങനെ മണ്ഡലം കമ്മിറ്റികൾ മുതൽ സാധാരണ വാർഡ് കമ്മിറ്റി മുതൽ AICC കമ്മിറ്റി വരെ ഗ്രൂപ്പ് നോക്കി, വ്യക്തികളെ നോക്കി, പെട്ടിയെടുക്കുന്നവരെ നോക്കി, അങ്ങനെ ഒരു ഓർബിറ്റ് ഉണ്ടാക്കി. ഓരോ നേതാക്കളും ഓർബിറ്റുകളായി ആദ്യം 2 ഗ്രൂപ്പായി, പിന്നെ 2000 ഗ്രൂപ്പായി മാറി വ്യക്തി അധിഷ്ഠിത ഗ്രൂപ്പുകളാക്കി കോൺഗ്രസ് പിളർന്നും
വല്ലാതെ ഗ്രൂപ്പ് അധിഷ്ഠിത വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയമായി മാറി മാറി പൊക്കൊണ്ടിരുന്നപ്പോൾ തത്വാധിഷ്ഠിത നിലപാടിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇന്ത്യയിലെ ഇടതുപക്ഷവും ഉപേക്ഷിച്ചപ്പോൾ, ഒരു വശത്ത് കോൺഗ്രസ് എന്നേ ഇത് ഉപേക്ഷിച്ചു. തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടുകൾ, ആശയ ആദർശ രാഷ്ട്രീയ ഉപാധികളും ഗാന്ധിസവും നെഹ്റുസവും ഒക്കെ എന്നേ കോൺഗ്രസ് ഉപേക്ഷിച്ചു. അതിനേക്കാൾ വേഗത്തിൽ കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉപേക്ഷിച്ചു. 2000 ആഗോള 90കളോടുകൂടി ആഗോളവൽക്കരണം വന്നു. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള MP പരമേശ്വരനെ പോലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ MP പരമേശ്വരനെ പോലെയുള്ളവർ, MK പ്രസാദിനെ പോലെയും കാവുമ്പായി ബാലകൃഷ്ണനെയും അങ്ങനെയുള്ള ഇടതുപക്ഷക്കാരും ഇന്ത്യയിൽ ചിന്തിക്കുന്ന ഇടതുപക്ഷ ചിന്തക്കാരും എല്ലാവരും വർഗ രാഷ്ട്രീയത്തിനും വർഗാധിഷ്ഠിത സർവാധിപത്യത്തിനൊക്കെ എതിരെ പോരാടി അതൊന്നും ഇനി ആവശ്യമല്ല, വികസന രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വികസനത്തിലേക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു പോലും മുന്നോട്ട് നീങ്ങി. ആ കാഴ്ച കഴിയുമ്പോൾ വീണ്ടും അവിടെയൊക്കെ കോൺഗ്രസ് പതറുകയായിരുന്നു. കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താശയം രൂപീകരിക്കണമെന്നറിയാതെ പതറുകയായിരുന്നു. കാലം കഴിഞ്ഞുപോയി. 2 സീറ്റിലുണ്ടായിരുന്ന BJP അധികാരത്തിൽ തുടർച്ചയായി വരുന്ന കാഴ്ച ഇന്ത്യയിൽ കണ്ടു. ആ തുടർച്ചയായി വരുന്നപ്പോൾ BJPയെ ഒരു വശത്ത് കോർപ്പറേറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവർ അദാനിയെയും അംബാനിയെയും ഒക്കെ സഹായിക്കുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയെന്ന് വയ്ക്കുക, അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോഴും കോൺഗ്രസ് മനസ്സിലാക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ പഴയതുപോലെ ന്യൂനപക്ഷ പ്രീണനമോ ഭൂരിപക്ഷ പ്രീണനമോ ക്രിസ്തീയ പ്രീണനമോ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യൻ രാഷ്ട്രീയം വഴിമാറിക്കഴിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയം വഴിമാറിയത് വികസനത്തിൽ നിന്നും വഴിമാറിക്കഴിഞ്ഞു, വെൽഫെയർ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞു. ആളുകൾക്കെല്ലാം ലാട്രിൻ കൊടുക്കുന്ന സ്വച്ഛ ഭാരത് വന്നപ്പോൾ കോൺഗ്രസ് അതിനെ കളിയാക്കി. അത് അടിച്ചു കൊടുക്കാനും അതിൻ്റെ ബെനിഫിഷ്യറീസിനെ കൂടെ നിർത്താനും അതിനേക്കാൾ വലിയ പ്രോജക്റ്റ് പ്രഖ്യാപിക്കാനും അല്ല ശ്രമിച്ചത്, അതിനെ കളിയാക്കി. ജലജീവ മിഷൻ എല്ലാവർക്കും കൊടുക്കാൻ കുടിവെള്ളം കൊടുക്കുമ്പോൾ അതിനെ കളിയാക്കി. ഉജ്ജ്വൽ എന്ന് പറഞ്ഞ് വനിതകൾക്ക് ഗ്യാസിന്റെ കണക്ഷൻസ് കൊടുത്തപ്പോൾ അതിനെ കളിയാക്കി. ഇന്ത്യൻ റെയിൽവേ മെച്ചപ്പെട്ടു വന്നപ്പോൾ അതിനെ കളിയാക്കി. അങ്ങനെ ഓരോ ഭാഗം നിങ്ങൾ എടുത്തു നോക്കും. 6000 രൂപ കർഷകർക്ക് കൊടുക്കുമ്പോൾ അതിനെ കളിയാക്കി. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഇപ്പോഴത്തെ ബീഹാറിലും നേരിട്ട് ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെല്ലുമ്പോൾ അതിനെ കളിയാക്കി. അത് അഴിമതിയാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ വളർന്നു വരുന്ന മാറി വരുന്ന പുതിയ രാഷ്ട്രീയം പഠിക്കാൻ ഇന്ത്യ സജ്ജമായില്ല, കോൺഗ്രസ് സജ്ജമായില്ല. മറ്റൊരു തരത്തിൽ തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ പോലെയുള്ള, ജയലളിതയെ പോലുള്ള, കരുണാകരനെ പോലുള്ള വ്യക്തി അധിഷ്ഠിത പൂജകളിലേക്ക് പോകുന്ന രാഷ്ട്രീയവും ബംഗാളിൽ മമതാ ബാനർജി എന്ന വ്യക്തിയിലേക്ക് പോയ രാഷ്ട്രീയവും ഒന്നും കാണാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഇനി എന്നാണ് പാഠം പഠിക്കുക? കൃത്യമായൊരു സംഘടനാ കമ്മിറ്റിയില്ല ബീഹാറിൽ. കൃത്യമായ സൗഹൃദ മത്സരങ്ങൾ നടത്തി വലിയ തോതിലാണ് സംഘടനയില്ല. കേരളത്തിലും അതല്ലേ സ്ഥിതി. കേരളത്തിൽ ശരിക്കു പറഞ്ഞാൽ KPCC ഓഫീസും DCCയും മണ്ഡലം കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള സംഘടനയുണ്ടോ? കൃത്യമായൊരു ചോദ്യം കോൺഗ്രസിനോടാണ് ചോദിക്കാനുള്ളത്. സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്, വൈരുദ്ധ്യം കൊണ്ട് ചോദിക്കുന്നതല്ല. കോൺഗ്രസിന് കൃത്യമായി സംഘടനാ സംവിധാനമുണ്ടോ? നിങ്ങളുടെ ജനാധിപത്യം എവിടെയാണ്? നിങ്ങൾ ഓരോരുത്തരെ ഗ്രൂപ്പ് കളിച്ച് കൊണ്ടുപോകുന്നതിനപ്പുറം എന്തുകൊണ്ട് ദേശീയ തലത്തിൽ നിങ്ങളുടെ പുതിയ നേതൃത്വം ആരാണ്? കേരളത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. AK ആന്റണി, VM സുധീരനെ പോലെയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ K സുധാകരനെ പോലെയുള്ള രമേശ് ചെന്നിത്തല, തൊട്ട് താഴെ പറയാം ഫസ്റ്റ് ലെവൽ ലീഡേഴ്സ് ഒക്കെ പോയാൽ പിന്നെ ഒരു രമേശ് ചെന്നിത്തലയും K മുരളീധരനെ പോലുള്ള DD സതീശനെ പോലുള്ള 4-5 പേര് കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ പുതിയ ആദർശാത്മക രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായി നാളെ കേരളത്തിൽ കൊണ്ടു നടക്കാൻ പോകുന്ന, രാജ്യത്ത് കൊണ്ടു നടക്കാൻ പോകുന്ന നേതാക്കൾ ആരാണ്? വനിതകൾ ആരാണ്? യുവാക്കൾ ആരാണ്? ഇത് വലിയ ചോദ്യമാണ്. കോൺഗ്രസ് നേതൃത്വ തലത്തിൽ ഡൽഹിയിലാണെങ്കിൽ ആശയ ദാരിദ്ര്യമുണ്ട്. എന്താണ് നരേന്ദ്രമോദിക്കെതിരെ പറയേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ക്ലാസ് റൂം പവർ പോയിന്റ് പ്രസന്റേഷനുകളായാലും കുളത്തിൽ ചാടുകയും ആറ്റിൽ ചാടുകയും വിമാനത്തിൽ കയറുകയും വിദേശത്ത് പോയി നിന്നും ഒരുപാട് നരേന്ദ്രമോദി കുറ്റം പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ഒരു സ്റ്റേറ്റും പിടിക്കാൻ പോകുന്നില്ല. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നുമാകാം. പക്ഷെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിന്ന് മോഡിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു സ്റ്റേറ്റും പിടിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് നന്നായി ഗ്രഹപാഠം ചെയ്യുക. നിങ്ങൾ സംഘടനയുണ്ടാക്കുക. നിങ്ങൾ കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി ഒരു യാത്ര കൂടെ ഇന്ത്യയിൽ നടത്തുക. സംഘടനയുണ്ടാക്കാനുള്ള യാത്ര. അതിൽ എല്ലാ ഗ്രൂപ്പ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സകല പേരെയും പുറത്ത് നിർത്തുക. അതിന് കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളത് ചരിത്രം കോൺഗ്രസിനോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്.